നൗ നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് തൈമിക് സെലക്ഷൻ ആണ്, അല്ലെങ്കിൽ ഹൗ ഡു വി എലിമിനേറ്റ് ദ റിയാക്റ്റീവ് ടി സെൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് തൈമിക് സെലക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. റൈറ്റ്, തൈമിക് സെലക്ഷനിൽ തന്നെ പോസിറ്റീവ് സെലക്ഷൻ ഉണ്ട്, നെഗറ്റീവ് സെലക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ തൈമിക് സെലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൈമസിനകത്ത് വെച്ച് നടക്കുന്ന ഒരു സ്ക്രീനിങ് പ്രോസസ്സാണ്. സോ ഇൻ ദിസ് സ്ക്രീനിങ് any T cell clone which are reactive to the self antigens will be eliminated. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോസിറ്റീവ് സെലക്ഷൻ ആണ്. റൈറ്റ്, അപ്പോൾ പോസിറ്റീവ് സെലക്ഷൻ എന്താണെന്ന് നോക്കാം. The thymocytes bearing receptors capable of binding self-MHC molecule will survive. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് സെൽഫ് MHC മോളിക്യൂളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന തൈമോസൈറ്റ്സ് വിൽ ബി സർവൈവ്ഡ്. ഓക്കെ, നേരത്തെ ഇത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, മറ്റ് നെഗറ്റീവും കൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ പറഞ്ഞത് സെൽഫ് MHC മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ടി സെൽസിന് മാത്രമാണ് ഇവിടെ സർവൈവ് ചെയ്യാൻ അനുവദിക്കുന്നത്. റിയാക്ട് ചെയ്യാത്തതിനൊക്കെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ദോസ് ഫെയിൽ ടു ഇൻ്ററാക്ട് വിൽ ബി എലിമിനേറ്റഡ് ബൈ അപ്പറ്റോസിസ്. റൈറ്റ്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് MHC റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. MHC റെസ്ട്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞില്ലേ, T helper cells require antigens to be presented by the class 2 MHC on an APC അല്ലേ. അപ്പോൾ T helper സെല്ലിനെ സംബന്ധിച്ച് ഏതെങ്കിലും ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻസ്റ്റെഡ് ദേ വിൽ റെക്കഗ്നൈസ് ഓൺലി ദോസ് ആൻറ്റിജൻസ് വിച്ച് ആർ പ്രസൻറ്റഡ് ബൈ ദ ക്ലാസ് 2 MHC മോളിക്യൂൾ. അപ്പോൾ ക്ലാസ് 2 MHCയുടെ മുകളിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആൻറ്റിജൻസിനെ മാത്രമാണ് ആര് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ, ടി ഹെൽപ്പർ സെൽ റെക്കഗ്നൈസ്. അതേപോലെ തന്നെ ക്ലാസ് 1 MHCയുടെ മുകളിൽ കൊടുത്താൽ മാത്രമേ സൈറ്റോടോക്സിക് സെല്ല് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷനെയാണ്, ഈ ഒരു എന്താണ് റെസ്ട്രിക്ഷനെയാണ് നമ്മൾ MHC റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം ഇനീഷ്യലി ഇവിടെ നടക്കുന്ന തൈമസിനകത്ത് വെച്ച് നടക്കുന്ന ഈ ഒരു പ്രോസസ്സാണ്. ഓക്കെ, തൈമിക് സെലക്ഷൻ നടക്കുന്നു. അതിൽ പോസിറ്റീവ് സെലക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ. ഇപ്പോൾ ടി സെല്ലിനൊന്നും അറിയില്ല, ആരെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടതൊന്നും അറിയില്ല. അപ്പോൾ ഇനീഷ്യൽ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ ഈ സെല്ലിനെ നമ്മൾ പഠിപ്പിക്കുകയാണ്, എന്തിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്യരുത് എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടക്കത്തിൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ഇങ്ങനെയാണ്. തുടക്കത്തിൽ സെൽഫ് MHC മോളിക്യൂൾ, ഈ സെൽഫ് MHC എവിടെയാണ് ഉണ്ടാവുക? ഹലോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ ഈ സെല്ലുള്ളത് തൈമസിലാണ്. ഇനി ഈ തൈമസിനകത്തുള്ള ഈ പറയപ്പെടുന്ന ടി സെല്ലിന് എവിടെ നിന്നാണ് സെൽഫ് MHC മോളിക്യൂളിനെ കിട്ടുന്നത് ഇൻറ്ററാക്ട് ചെയ്യാൻ? ഹലോ ഹലോ ഹലോ, നിങ്ങളുണ്ടോ? So the thymocytes bearing receptors capable of binding self MHC molecule will survive. ഇതാണ് നമ്മൾ പോസിറ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ടി സെൽസ്, ഈ തൈമസിനകത്തുള്ള ടി സെൽ, ഇപ്പോൾ തൈമസിനകത്താണല്ലോ ടി സെൽസ് വന്നിട്ടുള്ളത്. ബോൺ മാരോയിൽ നിന്ന് സിന്തസൈസ് ചെയ്ത് ബ്ലഡിലേക്ക് എത്തി, ബ്ലഡിൽ നിന്ന് തൈമസിലെത്തി, തൈമസിലെത്തിച്ചിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നു. ഇപ്പോൾ അത് മെച്ചോ ടി സെല്ലായി മാറിയിട്ടുണ്ട്. ഈ ടി സെല്ലിനെ, അല്ലെങ്കിൽ ഈ സമയത്ത്, ഈ മെച്ചോ ടി സെല്ലാവുന്ന സമയത്ത് ഈ ടി സെല്ലിനെ നമ്മൾ സെലക്ഷൻ നടത്തുന്നു. ഓക്കെ, സെൽഫ് റിയാക്റ്റീവ് ആയിട്ടുള്ള സെൽസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ രണ്ട് തരം സെലക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് സെലക്ഷൻ, രണ്ടാമത്തെ നെഗറ്റീവ് സെലക്ഷൻ. അപ്പോൾ ഈ പോസിറ്റീവ് സെലക്ഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണ് ഞാൻ പറയുന്നത്. ആദ്യം നടക്കുന്നത് എന്താണ്? ടി സെൽസ് വിൽ ഇൻറ്ററാക്ട് വിത്ത് സെൽഫ് MHC മോളിക്യൂൾ. ഓക്കെ, സെൽഫ് MHC മോളിക്യൂളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സെൽസ് മാത്രമേ സർവൈവ് ചെയ്യൂ. സെൽഫ് MHC മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സെൽസ് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതുവഴിയാണ് നമ്മൾ MHC റെസ്ട്രിക്ഷൻ ഉണ്ടാവുന്നത് എന്നൊക്കെ പിന്നീട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പോൾ ടി സെല്ലിന് സെൽഫ് MHC മോളിക്യൂളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണമല്ലോ. ഈ ഇൻറ്ററാക്ട് ചെയ്യാൻ സെൽഫ് MHC മോളിക്യൂൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഉത്തരം വളരെ സിമ്പിളാണ്. ചോദ്യം വലുതാണെങ്കിലും ഉത്തരം ചെറിയ ഉത്തര.
ട്യൂമർ സെൽസ് എന്നാണോ സാറേ? എങ്ങനെ? ട്യൂമർ സെൽ എന്നാ? ട്യൂമർ സെൽസ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് സെൽസ്. ട്യൂമർ സെൽ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് സെൽ. ഓക്കെ, പിന്നെ വേറെ ആരെങ്കിലും? അത് ശരിയാണ്, പാർഷ്യലി ശരിയാണ്. എനി അതർ ഓപ്ഷൻസ്, എനി അതർ ആൻസേഴ്സ്? വളരെ സ്ട്രൈറ്റ് ആയിട്ട് ആലോചിച്ചാൽ മതി. എവിടെ നിന്നാണ് സെൽഫ് MHC മോളിക്യൂൾ കിട്ടുന്നത് എന്നാണ് ചോദ്യം. ആ, ബോഡിയിലുള്ള സെൽഫ് MHC മോളിക്യൂളാണ്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ തൈമസിനകത്താണല്ലോ ഉള്ളത് T സെൽസ്. അപ്പോൾ ഈ സെൽഫ് MHC മോളിക്യൂൾ എവിടെ നിന്നാണ് കിട്ടുക? എവിടെ നിന്നായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്? തൈമസ്. ആ, അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുക, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി, ആ സ്ഥലത്തു നിന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നത് ആരായിരിക്കും? അവിടെയുള്ള ആരോ അല്ലേ തരുന്നത്? ഓക്കെ, അതുപോലെയാണ് ഇപ്പോൾ തൈമസിനകത്താണ് T സെൽസ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ MHC മോളിക്യൂളിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ആരായിരിക്കും? അതെ, തൈമസ് എന്ന് പറയുന്ന ഒരു ഓർഗൺ അല്ലേ. തൈമസ് കൺസിസ്റ്റ് ഓഫ് ലോഡ് ഓഫ് സെൽസ്. നമ്മുടെ തന്നെ സെല്ലാണ്. ബോഡിയുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ ബ്ലഡിലും മറ്റ് ഓർഗൻസിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള സെല്ല് തന്നെയല്ലേ തൈമസിലുള്ളത്. നമ്മളതല്ലേ തൈമസിൻ്റെയൊക്കെ സ്ട്രക്ചറും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് എപ്പിത്തീരിയൽ സെൽസ് ഉണ്ട്, T സെൽസ് ഉണ്ട്, B സെൽസ് ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്, ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ട്. എല്ലാത്തരം സെൽസും അതിനകത്തുണ്ട് ഇല്ലേ, ഈ ഓർഗനകത്ത്. സോ ഡെഫിനറ്റ്ലി ഈ സെല്ലിൻ്റെയൊക്കെ മുകളിൽ ആരുണ്ടാവും? ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽ, ഈ ക്ലാസ് 1 ഓർ ക്ലാസ് 2 MHC മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ MHC മോളിക്യൂളിനെയാണ് ഇനീഷ്യലി ആര് റെക്കഗ്നൈസ് ചെയ്യുന്നത്? നമ്മുടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന തൈമോസൈറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, സി ഇവിടെ ഈ ഡയഗ്രാം നോക്ക്. ഇവിടെ T സെൽ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടന്നു. T സെൽ റിസപ്റ്റർ സെറ്റാണ്. ഇപ്പം ഇനി ഇവിടെ പോസിറ്റീവ് സെലക്ഷൻ എന്നാണ് ഇവിടെ ഈ മാർക്ക്, ഈ ആരോ മാർക്ക്, യു ക്യാൻ സീ ദിസ് വൺ. ഈ സൈഡിലേക്കുള്ള പോസിറ്റീവ് സെലക്ഷൻ ഓഫ് സെൽസ് ഹൂസ് റിസപ്റ്റർ ബൈൻഡ്സ് MHC മോളിക്യൂൾസ്. ഓക്കെ, എങ്ങനെയാണ്? യു ക്യാൻ സീ ഹിയർ. സോ ഇത് ഏത് സെല്ലാ? വാട്ട് ഈസ് ദിസ് യെല്ലോ സെൽ? ഇവിടെ ഇത് കാണിച്ചിരിക്കുന്ന എപ്പിത്തീലിയൽ സെൽ എന്നാണ്. ഓക്കെ, ഈവൻ ഇറ്റ് കുഡ് ബി എനി അതർ സെൽ. ഇത് എപ്പിത്തീലിയൽ സെൽ തന്നെ ആവണമെന്നില്ല, വേറെ ഏത് സെൽ വേണമെങ്കിലും ആവാം. ഇപ്പോൾ എപ്പിത്തീലിയൽ സെൽ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്താണ്? ക്ലാസ് 1 ആണ്. ഇഫ് ഇറ്റ് ഈസ് സം അതർ സെൽസ് ലൈക്ക് APC പോലെയുള്ള എപ്പിത്തീലിയൽ സെല്ലിൽ തന്നെ ചില നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള APCs നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ വരുന്ന ചില സെൽസിൻ്റെ മുകളിൽ ക്ലാസ് 2 ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരു എപ്പിത്തീലിയൽ സെല്ലാണ് അതിൻ്റെ മുകളിൽ ക്ലാസ് 1 ആണ് ഉണ്ടാവുക. ചില സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ മുകളിൽ ക്ലാസ് 2 ഉണ്ടാവും. അപ്പോൾ എനിവേ ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 സെൽസ് വിൽ ബി ദെയർ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം എന്തിൻ്റെ മുകളിലുണ്ട്? നമ്മുടെ സെൽസിൻ്റെ മുകളിലുള്ള തൈമസിനകത്തുള്ള സെല്ലിൻ്റെ മുകളിൽ ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 ആൻറ്റിജൻസ് ആർ ദെയർ. ഐ മീൻ ദീസ് പ്രോട്ടീൻസ് ആർ ദെയർ. ഈ പ്രോട്ടീൻസിനെയാണ് ആര് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഈ പറയുന്ന T സെല്ല് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ ഈ സെല്ലിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ബൈൻഡിങ് നടക്കുന്നില്ലെങ്കിൽ, തൈമസിനകത്ത് വെച്ചിട്ടാണ് പറയുന്നത്, ദിസ് ഈസ് നോട്ട് ദ ഇൻ്ററാക്ഷൻ വിത്ത് ഫോറിൻ ആൻറ്റിജൻ. ഫോറിൻ ആൻറ്റിജനുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതല്ല. ദിസ് ഈസ് ദ പ്രോസസ് വിച്ച് ഒക്കേഴ്സ് ഇൻസൈഡ് ദ തൈമസ്. ഓക്കെ, തൈമസിനകത്ത് വെച്ച് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതുമായിട്ട് സെൽഫ് MHC അല്ലെങ്കിൽ സെൽഫ് ആൻറ്റിജൻ രണ്ടും ഉണ്ടാവാം. ഒന്നുകിൽ സെൽഫ് MHC മാത്രമായിരിക്കും, അല്ലെങ്കിൽ സെൽഫ് MHC പ്ലസ് ആൻറ്റിജൻ ഉണ്ടാവാം. അപ്പോൾ അതുമായിട്ട് T സെൽ ഇൻറ്ററാക്ട് ചെയ്യും. ഈ ഇൻറ്ററാക്ഷൻ നടന്നെങ്കിൽ മാത്രമേ ഈ T സെല്ലിന് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇതില്ലാത്തത്, ഈ സിഗ്നൽ കിട്ടാത്ത ആളുകൾ, പോസിറ്റീവ് സെലക്ഷൻ നടക്കാത്തത് എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് ഇൻറ്ററാക്ട് വിത്ത് സെൽഫ് MHC മോളിക്യൂൾ. ഇൻറ്ററാക്ട് ചെയ്യാത്ത എല്ലാ T സെല്ലും എന്ത് ചെയ്യും? ദേ വിൽ ബി എലിമിനേറ്റഡ്. ഓക്കെ, ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ T സെൽ എന്തായി മാറുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷനാണ്. ഈ സെല്ലിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഏതിനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്ന് നമ്മളതിനെ ടീച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ആൻറ്റിജൻ ഇങ്ങനെയുള്ള ഈ MHCയുടെ മുകളിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ റെക്കഗ്നൈസ് ചെയ്യേണ്ടതുള്ളൂ എന്ന് ഇതിന് എന്താണ് നമ്മൾ തുടക്കത്തിൽ തന്നെ അതിന് ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ T സെല്ലിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്. ഏതിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്ന് തൈമസിനകത്ത് വെച്ചിട്ട് അതിന് പ്രോഗ്രാം ചെയ്യുന്നു, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
ഓക്കെ ഫൈൻ, ക്ലിയർ അല്ലേ? ഓക്കെ, ഹലോ, മനസ്സിലായിട്ടില്ലേ ചോദിച്ചോ ഒന്നുകൂടെ? ഹലോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല സർ. ഓക്കെ ഫൈൻ. സോ ദിസ് വിൽ ജനറേറ്റ് എ പോസിറ്റീവ് സിഗ്നൽ. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ദർ ഇസ് എ പോസിറ്റീവ് സിഗ്നൽ. ദിസ് പോസിറ്റീവ് സിഗ്നൽ വിൽ അലൗ ദ സെൽ ടു ഫർദർ ഡെവലപ്പ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നെഗറ്റീവ് സെലക്ഷൻ ആണ്. ഓക്കെ, ഇത് നടക്കുന്നത് പോസിറ്റീവ് സെലക്ഷൻ്റെ ശേഷമാണ്. യൂഷ്വലി പോസിറ്റീവ് സെലക്ഷൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് നെഗറ്റീവ് സെലക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റിക് സെൽസ് and macrophages which are bearing class 1 and class 2 MHC molecule interact with the thymocytes bearing high affinity receptor for self antigen plus self MHC molecule അല്ലെങ്കിൽ സെൽഫ് MHC molecule alone. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതിന് അതേ സംഭവം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പെസിഫിക് വേർഡ് ഉണ്ട്. those thymocytes bearing high affinity receptor for self antigen plus self MHC molecule or self MHC molecules alone. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഈ പോസിറ്റീവ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ MHCയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സെൽസ് എല്ലാം സർവൈവ് ആവും. ഈ കൂട്ടത്തിൽ ഭയങ്കര ഹൈ അഫിനിറ്റി ഉള്ള, ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ചില സെൽസ് ഉണ്ടാവും. സെൽഫ് MHC മോളിക്യൂളിനോടോ അല്ലെങ്കിൽ സെൽഫ് ആൻറ്റിജൻ MHC മോളിക്യൂളിനോടോ ഹൈ അഫിനിറ്റി കാണിക്കുന്ന ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇത്തരം റിസപ്റ്റേഴ്സിനെ മാത്രം എന്ത് ചെയ്യും, ഇനി ഫർദർ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ തന്നെ സെല്ലിലുള്ള റിസപ്റ്ററിനെതിരെ ഇത് ഓവർ റിയാക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത്തരം ഹൈ അഫിനിറ്റി റിസപ്റ്റേഴ്സിനെ മാത്രം എന്ത് ചെയ്യും, ഫർദർ ഡിലീഷൻ നടത്തും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോണൽ, അല്ലെങ്കിൽ നോട്ട് ക്ലോണൽ ഡിലീഷൻ, ദിസ് ഈസ് നെഗറ്റീവ് സെലക്ഷൻ. നമ്മളിവിടെ പറയുന്നത് നെഗറ്റീവ് സെലക്ഷൻ ആണ്. ബി സെല്ലിൽ ഇതേ പ്രോസസ്സ് നടന്നിരുന്നതിന് നമ്മൾ ക്ലോണൽ ഡിലീഷൻ എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് സെലക്ഷൻ. ഓക്കെ, അപ്പോൾ തൈമസിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ രണ്ട് പ്രോസസ്സും നടക്കുന്നത്. ഈ ഇമേജ് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് പോസിറ്റീവ് സെലക്ഷൻ. ഇവിടെ പോസിറ്റീവ് സെലക്ഷൻ കഴിഞ്ഞു. ഈ പോസിറ്റീവ്ലി സെലക്റ്റഡ് ആയിട്ടുള്ള സെല്ലിൻ്റെ മുകളിൽ ഇപ്പോൾ എന്തുണ്ട്, ഈ T സെൽ റിസപ്റ്റർ ഉണ്ട് വിച്ച് ക്യാൻ റെക്കഗ്നൈസ് ദ സെൽഫ് MHC മോളിക്യൂൾ. ആ മോളിക്യൂളിൽ എന്താണ്, ചില സെൽസ് മാക്രോഫേജസിൻ്റെയോ ഡെൻഡ്രൈറ്റിക് സെല്ലിൻ്റെയോ മുകളിലുള്ള റിസപ്റ്ററുമായിട്ട് ഓവർ റിയാക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ഓക്കെ, ഇവിടെ കൊടുത്തത് നെഗറ്റീവ് സെലക്ഷൻ ആൻഡ് ഡെത്ത് ഓഫ് സെൽസ് വിത്ത് ഹൈ അഫിനിറ്റി റിസപ്റ്റേഴ്സ് ഫോർ സെൽഫ് MHC ഓർ സെൽഫ് MHC പ്ലസ് സെൽഫ് ആൻറ്റിജൻ. അത്തരം ആൻറ്റിജൻസിനെ, അത്തരം റിസപ്റ്റേഴ്സ് ഉള്ള T സെൽസിനെ എന്ത് ചെയ്യും, ദീസ് ക്ലോൺ വിൽ ബി എലിമിനേറ്റഡ്. ഓക്കെ, അങ്ങനെ റിയാക്ട് ചെയ്യാത്ത സെൽസ് മാത്രമാണ് ഫർദർ ഡെവലപ്പ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് നെഗറ്റീവ് സെലക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്നത് വഴിയാണ് ആക്ച്വലി എന്ത് നടക്കുന്നത്, നമ്മുടെ സെൽഫ് റിയാക്റ്റീവ് ആയിട്ടുള്ള T സെൽസിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ സംഭവം MHC റെസ്ട്രിക്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് MHC റെസ്ട്രിക്ഷൻ ആണ് പോസിറ്റീവ് സെലക്ഷൻ വഴി ഉണ്ടാവുന്നത്. നെഗറ്റീവ് സെലക്ഷൻ വഴി ഉണ്ടാവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ആ ഫിനോമിനെ പറയുന്ന പേരാണ് സെൽഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ് എന്നും പറയും. എന്ന് വെച്ചാൽ സെൽഫ് ടോളറൻസ് ഇത് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഓട്ടോ ഇമ്മ്യൂണിറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്നാലും നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഇപ്പോൾ ഉണ്ടാവണമെന്നല്ലാണ്. സെൽഫ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ല്, നമ്മുടെ ഇമ്മ്യൂൺ സെല്ല്, ഇപ്പോൾ നമ്മുടേതാണല്ലോ T സെല്ലും B സെല്ലും ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തന്നെ സെൽസാണ്. ഈ സെല്ല് നമ്മുടെ തന്നെ ഇപ്പോൾ മറ്റു സെൽസ്, ഇപ്പോൾ എപ്പിത്തീലിയൽ സെൽസിനെ അല്ലെങ്കിൽ ഇപ്പോൾ കിഡ്നി സെൽസിനെ, ലിവർ സെൽസിനെ, ഇത്തരം സെൽസിനെ ടോളറേറ്റ് ചെയ്യാനുള്ള, അതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റീനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറാണ് നമ്മൾ സെൽഫ് ടോളറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ T സെല്ലിന് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ത്രൂ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെലക്ഷൻ വിച്ച് ഒക്കേഴ്സ് ഇൻ ദ തൈമസ്. റൈറ്റ്, അപ്പോൾ ഇതാണ് രണ്ട് സെലക്ഷൻ പ്രോസസ്. സോ ഇനിയുള്ളത് അതിന് ശേഷം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്ത് സംഭവിക്കും, പോസിറ്റീവ് സെലക്ഷനും നെഗറ്റീവ് സെലക്ഷനും കഴിഞ്ഞതിന് ശേഷം T സെല്ലിൽ രണ്ട് റിസപ്റ്റർ എക്സ്പ്രസ് ചെയ്യും. ദാറ്റ് ഈസ് CD4+CD4ഉം CD8ഉം. ഓക്കെ, CD4ഉം CD8ഉം രണ്ട് റിസപ്റ്ററും ഇതിൻ്റെ മുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ,
ദെൻ അത് ഈ സ്റ്റേജിനാണ് നമ്മൾ ഡബിൾ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് ഇനി എന്തായി മാറണം? സിംഗിൾ പോസിറ്റീവായിട്ട് മാറേണ്ടതുണ്ട്. അതായത് CD4 CD8 ഉള്ള സെല്ലായിട്ട് മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ളത് രണ്ടും ഉണ്ട്, CD4 ഉണ്ട് CD8 ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഇതിനാണ് നമ്മൾ ഡബിൾ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഈ ഡബിൾ പോസിറ്റീവിൽ നിന്നും സിംഗിൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് മാറേണ്ടതുണ്ട്. അതിന് പല മോഡൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഒരു മോഡലാണ് ഇൻസ്ട്രക്റ്റീവ് മോഡൽ എന്ന് പറയുന്നത്, രണ്ടാമത്തേതാണ് സ്റ്റോക്കാസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്റ്റീവ് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കി, അതിങ്ങനെ പല സംഭവങ്ങളിലൂടെയാണ് വരുന്നത്. ഇതാണ് ഇൻസ്ട്രക്റ്റീവ് മോഡൽ പറയുന്നത്. നമുക്ക് തുടക്കത്തിൽ CD4 CD8 ഉള്ള സെല്ലാണ്. ഓക്കെ, CD4 CD8 ഉള്ള സെല്ലാണ്. അപ്പോൾ ഇതിന് എന്ത് വരുന്നു? സ്പെസിഫിക് ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടുന്നു. ഈ സെല്ലിന് സ്പെസിഫിക് ആയിട്ടുള്ള സിഗ്നൽസ് വരുന്നു. ആ സിഗ്നൽസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് എന്താണ്? ഒന്നുകിൽ CD8+ സെല്ലായിട്ടോ അല്ലെങ്കിൽ CD4 സെല്ലായിട്ടോ മാറുന്നു എന്നുള്ളതാണ്. അതായത് വരുന്ന സിഗ്നലിനനുസരിച്ചാണ് വേരിയേഷൻ. അതാണ് ഇൻസ്ട്രക്റ്റീവ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഈ സെല്ല് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ഇൻസ്ട്രക്റ്റീവ് മോഡൽ. രണ്ടാമത്തെ മോഡൽ സ്റ്റൊക്കാസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈ വരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അല്ലാതെ റാൻഡം റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. റാൻഡം ആയിട്ട്, ഉദാഹരണത്തിന് ഇവിടെ ഈ ക്യാൻ സി തുടക്കത്തിലുള്ളത് CD4 CD8 സെല്ലാണ്, രണ്ടും പോസിറ്റീവാണ്. ഇവിടെ എന്താണ്? റാൻഡമായിട്ട് ഇവിടെ ചില കൂട്ടത്തിൽ, ഈ ടി സെല്ലിൻ്റെ കൂട്ടത്തിൽ ഈ ക്ലോണിൽ നിന്ന് ചില സെൽസിൽ CD4 ഡൗൺ റെഗുലേറ്റ് ചെയ്യപ്പെടും, മറ്റു ചില സെൽസിൽ എന്താണ് CD8 ഡൗൺ റെഗുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ സിന്തസിസ് മെല്ലെ സ്റ്റോപ്പ് ആവും. പിന്നെ CD8 മാത്രമേ ഇതിലുണ്ടാവുള്ളൂ, ഇതിലാണെങ്കിൽ CD4 മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇത് CD8+ സെല്ലായിട്ടും ഇത് CD4+ സെല്ലായിട്ടും മാറും. ഓക്കെ, അങ്ങനെ അല്ലാത്ത സെൽസ് എന്ത് ചെയ്യും? ദേ വിൽ ബി എലിമിനേറ്റഡ്. റൈറ്റ്. അപ്പോൾ ഈ രീതിയിലാണ്, രണ്ട് രീതിയിൽ ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. ഇത് സെലക്ഷൻ അല്ല, ഇതെന്താണ്? ഡബിൾ പോസിറ്റീവിൽ നിന്നും സിംഗിൾ പോസിറ്റീവ് ആയിട്ടുള്ള കൺവേർഷനാണ്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള മെക്കാനിസം നടക്കുന്നുണ്ട്. റൈറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കണം.